ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ്? മനോജ് മുകുന്ദ നരവനെ. ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ആരുടെ ആത്മകഥയാണ്? മനോജ് മുകുന്ദ നരവനെ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മയാണ് കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് BBG റാംജി. BBG റാംജി എന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാക്കുന്ന നഗരം ജനീവ, സ്വിറ്റ്സർലൻഡാണ്. 2027 AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയാക്കുന്ന നഗരം ജനീവ, സ്വിറ്റ്സർലൻഡ്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം പെരുമ്പളം പാലമാണ്. ഇത് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിലെ പെരുമ്പളം ദ്വീപിനെ അരുക്കുറ്റി വടുതല ജെട്ടിയുമായി ബന്ധിപ്പിക്കുന്നു. വേമ്പനാട്ട് കായലിലെ പെരുമ്പളം ദ്വീപിനെ അരുക്കുറ്റി വടുതല ജെട്ടിയുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. നീളം 1157 മീറ്ററാണ്, വീതി 11 മീറ്ററാണ്. ഇതിൻ്റെ നീളം എത്രയാണ്? 1157 മീറ്ററും വീതി 11 മീറ്ററുമാണ്. 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉഴമലക്കൽ, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ഉഴമലക്കലാണ് മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച നഗരസഭ ചോദിച്ചാൽ അത് ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചാൽ അത് ട്രിവാൻഡ്രമാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ ട്രിവാൻഡ്രം, മികച്ച നഗരസഭ ഗുരുവായൂർ, മികച്ച ഗ്രാമപഞ്ചായത്ത് ഉഴമലക്കൽ, അതും ട്രിവാൻഡ്രമാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. പ്രമേയം എന്താണ്? വിമൻ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത് എന്നാണ്. വിമൻ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത് ഭാരത് എന്നാണ്. കോമ്പസ് പോയിന്റ്സ് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? കോമ്പസ് പോയിന്റ്സ് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? എഡ്വേർഡ് ഹോഗ്ലാൻഡിൻ്റെയാണ്. എഡ്വേർഡ് ഹോഗ്ലാൻഡാണ്. അപ്പോൾ കോമ്പസ് പോയിന്റ് ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? എഡ്വേർഡ് ഹോഗ്ലാൻഡ് ആണ്. പരിസ്ഥിതി സഞ്ചാര സാഹിത്യകാരനാണ് അദ്ദേഹം. ദ കറേജ് ഓഫ് ടർട്ടിൽസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകമാണ്. ദ കറേജ് ഓഫ് ടർട്ടിൽസ് എഡ്വേർഡ് ഹോഗ്ലാൻഡിൻ്റെ മറ്റൊരു പുസ്തകമാണ്. കോമ്പസ് പോയിന്റ് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുമാണ്. ഫെബ്രുവരി 17 അദ്ദേഹം US അന്തരിച്ചു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗാസാബ് ലിൽ ഹക്ക് എന്നറിയപ്പെടുന്നു. ഓപ്പറേഷൻ ഗാസാബ് ലിൽ ഹക്ക്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഗാസ. തദ്ദേശീയമായി നിർമ്മിച്ച ഏത് സായുധ ഹെലികോപ്റ്ററിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഫെബ്രുവരി 27 25 മിനിറ്റ് സഞ്ചരിച്ചത്? പ്രചണ്ഡ്. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. സായുധ ഹെലികോപ്റ്ററിൽ പറന്ന ആദ്യ രാഷ്ട്രപതിയാണ്. രാജസ്ഥാനിലെ ജയ്സാൽമേറിലുള്ള വ്യോമസേനാ സ്റ്റേഷനിൽ നിന്നും ഇന്ത്യ പാക് അതിർത്തിയിലേക്കാണ് പ്രചണ്ഡിൽ പറന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയുടെ പരീക്ഷണയോട്ടം നടന്ന എവിടെയാണ്? ജിന്ദ് മുതൽ സോനാപത് വരെയാണ്, ഹരിയാന. 90 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് പറന്നത്. ദൂരത്തിലാണ് പരീക്ഷണ ഓട്ടം നടന്നത്. ജിന്ദ് മുതൽ സോനാപത് വരെ, അതായത് ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനാപത് വരെയാണ്. 90 കിലോമീറ്റർ ദൂരത്തിലാണ് പരീക്ഷണ ഓട്ടം നടന്നത്. ജർമ്മനി, സ്വീഡൻ, ജപ്പാൻ, ചൈന എന്നിവയാണ് നിലവിലെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ നടത്തുന്ന രാജ്യങ്ങൾ. ജർമ്മനും സ്വീഡനും ജപ്പാൻ, ചൈന എന്നിവയാണ് നിലവിൽ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ നടത്തുന്ന രാജ്യങ്ങൾ. ഇൻസ്റ്റാഗ്രാമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 10 കോടിയാണ്. എത്രയാണ്? 10 കോടി. നിലവിൽ ഡൊണാൾഡ് ട്രംപിനെ പിന്തള്ളിക്കൊണ്ടാണ് നരേന്ദ്രമോദി ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള നേതാവായിട്ട് മാറിയിരിക്കുന്നത്.